കൊച്ചി വൈറ്റിലയിൽ കൊല്ലപ്പെട്ട കോട്ടയം സ്വദേശി സുധാ ബേബി നേരിട്ടത് അതിക്രൂര മർദ്ദനമെന്ന റിപ്പോർട്ട്. യുവതിയുടെ മുഖത്തിടിച്ചു, ശബ്ദം വരാതിരിക്കാൻ വാവത്തി പിടിച്ചു, ഇങ്ങനെയൊക്കെ മർദ്ദിച്ച് എന്നാണ് പ്രതി ഷാജി മൊഴി നൽകിയിരിക്കുന്നത്. ഷാജിയുമായുള്ള ബന്ധം സുധാ ബേബി പുറത്തു പറയുന്നു പറഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതി ഷാജിയുമായി പോലീസ് എന്ന വൈറ്റിലയിൽ തെളിവെടുപ്പ് നടത്തും. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അയാളുടെ കണക്കൂട്ടൽ പിഴച്ചാണെന്ന് തോന്നുന്നു. ട്രെയിൻ പോകാത്ത ഒരു പാളത്തിലേക്ക് തല വെച്ചിട്ട് അയാൾ പോയപ്പോൾ അയാൾ പ്രതീക്ഷിച്ചത് അതിലൂടെ ട്രെയിൻ കയറി ഇറങ്ങും, തല അറ്റുപോകും, അതോടെ അതൊരു കൊലപാതകമല്ല ആത്മഹത്യയായിട്ട് മാറുമെന്നായിരുന്നു. എന്നാൽ ട്രെയിനിനെതിരെ ഓടുന്നില്ല എന്ന് അയാൾക്ക് മനസ്സിലായില്ല. എപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പിഴവ് പറ്റും എന്നതിൻ്റെ സൂചനയാണിത്. പറയൂ വിപിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കാം ആ ഒരു പ്രതി വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം തന്നെ മാറിമറിയുകയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരട് പോലീസിന് ഈ പ്രതിയിലേക്ക് എത്താനും അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇന്നലെ ഏകദേശം ഈ രാവിലെയാണ് ആ റെയിൽവേ പാളത്തിൽ, അതായത് വൈറ്റിലയിലെ മേൽപ്പാലത്തിന് തൊട്ട് താഴെ സുധാ ബേബിയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. അതിനുശേഷം വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും പ്രതി ഷാജിയിലേക്ക് എത്തുകയും ചെയ്തു. പൊന്നൂരിന് സ്വദേശിയാണ് ഷാജി. ഹൈക്കോടതിയിലെ മുൻ ജീവനക്കാരനാണ്. 63 വയസ്സാണ് പ്രായം. അപ്പോൾ ഇവർ തമ്മിൽ ഈ സുധാ ബേബിയുമായി ദീർഘകാലത്തെ തന്നെ സൗഹൃദമുണ്ട്. ഇപ്പോൾ ആ സൗഹൃദം, ആ ബന്ധം പുറത്തു പറയും, അല്ലെങ്കിൽ ഈ ഷാജിയുടെ കുടുംബത്തേക്ക് അറിയിക്കും തുടങ്ങിയിട്ടുള്ള പറഞ്ഞതിന് ശേഷം ആ ഒരു വൈരാഗ്യം മനസ്സിലുണ്ടായിരുന്നു. ഈ ഒരു പ്രദേശത്തെ, അതായത് ഈ കൊലപാതകം നടന്ന വൈറ്റിലയിലെ പ്രദേശത്തേക്ക് ഇതിനു മുൻപും ഇരുവരും എത്തിയിട്ടുണ്ട്. അവിടെ ആളുകൾ വരികയും ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം ആണ്. രാത്രി പലപ്പോഴും അവിടെയൊക്കെ ആളുകളെ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇന്നലെയും ഇങ്ങനെ വന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു ദേഷ്യം ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. അവിടെ വെച്ച വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം തന്നെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനം അവിടെ വെച്ച് സുധാ ബേബി ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം മുഖത്തേക്ക് ക്രൂരമായി തന്നെ ഇടിച്ചിട്ടുണ്ട്, കൈകൊണ്ട് ഇടിച്ചിട്ടുണ്ട്. ഈ ഒരു ഇടിയുടെ ആഘാതത്തിൽ നിലത്തേക്ക് സുധാ ബേബി വീഴുന്നു. ഇങ്ങനെ വീഴുമ്പോൾ അത് ഒരു കല്ലിലേക്കാണ് വീഴുന്നത്. തലയ്ക്ക് ക്ഷതമേൽക്കുന്നു, പുറകുവശത്തേക്ക് ക്ഷതമേൽക്കുന്നു. അപ്പോൾ അപ്പുറത്തൊക്കെ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വാ പൊത്തിപ്പിടിച്ച് പിന്നീട് മർദ്ദിക്കുന്നുണ്ട്. ഇങ്ങനെ വാ പൊത്തിപ്പിടിച്ചോടുകൂടി തന്നെ ബ്ലഡ് പുറത്തേക്ക് ഒഴുകുന്നതിന്റെ ഒരു തോത് വളരെ കൂടുകയും ഇത് ഒരു മരണ കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഇന്ന് ഇവിടെ എത്തിച്ച് ഈ പ്രതി ഷാജിയെ എത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. ഈ CCTV ദൃശ്യങ്ങളിൽ ഇരുവരും ഇവിടേക്ക് കാറിൽ നിന്ന് ഇറങ്ങി നടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. തിരിച്ച് പോകുമ്പോൾ ഷാജി മാത്രമാണ് പോകുന്നത്. ഒപ്പം തന്നെ ഷാജിയുടെ ഷർട്ടിൽ രക്തക്കറയുണ്ടായിരുന്നു. ഇതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവായി മാറുകയും ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.